വെൽക്കം ടു ആരൻസ് നീഡിൽ പോയിൻറ്റ് അഥവാ ആരൻസ് നീഡിൽ ക്രിയേഷൻ. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ഓൺ വോയിസ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വയറുകൊണ്ട് എങ്ങനെയാണ് വേർഡ്സ് ഉണ്ടാക്കുന്നതെന്നാണ്. നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടത് കോപ്പർ വയറാണ്. ഈ വയറ് കോപ്പർ കളറിലും സിൽവർ ആൻഡ് ഗോൾഡ് കളറിലും അവൈലബിൾ ആണ്. ഇച്ചിരി തിക്കായിട്ടുള്ള വയറാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് റൗണ്ട് ഷേപ്പിലുള്ള നോസ് പ്ലെയറും ഒരു സാധാ നോസ് പ്ലെയർ, പിന്നെ ഒരു കട്ടറും. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എവിടുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്ന്. ആ സൈറ്റിൽ നിങ്ങൾക്ക് കയറി നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആമസോണിലാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ആമസോണിലും അവൈലബിൾ ആണ്. ചിലപ്പോൾ നിങ്ങൾ അടുത്തുള്ള സ്റ്റേഷനറി ഷോപ്സിലും അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിനനുസരിച്ചുള്ള വയർ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള നോസ് പ്ലെയർ വെച്ചിട്ട് ഒന്ന് വളച്ചു കൊടുക്കാം. നമ്മളിപ്പം മറ്റേ നോസ് പ്ലെയർ വെച്ചിട്ട് കഴിഞ്ഞാൽ ആ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല. ഇതാകുമ്പോൾ ആ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. അതിൻ്റെ അറ്റം വെച്ച് ചെറിയൊരു റൗണ്ട് നമ്മളിങ്ങനെ വളച്ചെടുക്കാം. ഇപ്പം ഞാൻ എടുത്ത ഈ വയർ ഇച്ചിരി ഫ്ലെക്സിബിളാണ്, അതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഈസി ആയിട്ട് വളച്ചെടുക്കാം. അപ്പം ഇതിലും തിക്കായിട്ടുള്ള വയർസൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ അത് വാങ്ങിക്കുന്നതായിരിക്കും ഇച്ചിരൂടെ നല്ലത്. അപ്പോൾ ആ വേർഡ്സൊക്കെ ഒന്ന് നീറ്റായിട്ട് നിൽക്കും. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഡയറക്റ്റ്ലി ഞാൻ കൈകൊണ്ട് വളച്ച് വേർഡ്സ് ആക്കിയെടുക്കുകയാണ്. നിങ്ങൾക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേർഡ്സ് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അതിൻ്റെ മേത്തൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. അതാവുമ്പോൾ ഇച്ചിരൂടെ എളുപ്പമാകും നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ വളച്ച് ഞാൻ എല്ലിൻ്റെ ഷേപ്പാക്കി. ഇനി അതിന് ഞാൻ ഓയും ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കാം. ഈ വയർ ഇച്ചിരി ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കൈകൊണ്ട് ഡയറക്റ്റ്ലി. ഇച്ചിരി തിക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ടൂൾസ് ഉപയോഗിച്ച് തന്നെ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ വി ചെയ്യുമ്പം നമുക്ക് വി ചെയ്യുമ്പം ആ താഴെ ജസ്റ്റ് ഒരു ചെറിയ ഒരു വി ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മുടെ നോസ് പ്ലെയർ വെച്ചിട്ട് ആ താഴെ ഒന്ന് സപ്പോർട്ടിന് പിടിച്ചിട്ട് അതൊന്ന് വളച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആ വീട് ഒരു ഷേപ്പിൽ വരും. ഇനി അകത്തേക്കൊന്ന് ഷേപ്പാക്കി അകത്തേക്കൊന്ന് വളച്ചെടുത്ത് നമുക്ക് ഈയും കൂടെ ഒന്ന് വളച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഏകദേശം ആ ലെറ്റർ ശരിയായി തീർന്നു. അപ്പം അതിൻ്റെ എൻഡ് വന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് വിടാം. കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മളൊന്ന് ചെറുതായിട്ട് നോസ് പ്ലെയർ കൊണ്ട് വളച്ചില്ലേ, ആ റൗണ്ട് ഷേപ്പിലുള്ള അതേ നോസ് പ്ലെയർ വെച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് വളച്ചെടുക്കാം. നിങ്ങൾക്കിതുപോലെ കീ ചെയിൻസോ ലോക്കറ്റ്സോ ഒക്കെ മാലയൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ റെസിൻ ആർട്ടൊക്കെ ചെയ്യുമ്പം അതിനകത്തും ഇങ്ങനെ വേർഡ്സ് ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. സാധാരണ നമ്മളിങ്ങനെ പ്രിൻ്റൊക്കെ ഉള്ളത് ചെയ്യുന്നത്, അതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതിന് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബീഡ്സൊക്കെ വെച്ച് ഇച്ചിരി ഡിഫറെൻ്റ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോയി ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.